പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ എഫേസ്യർക്കെതിരെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്. 15 മുതൽ വചനത്തിൽ പറയുന്നു, നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളായിത്തീരുക. തിന്മയുടെ ദിനങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തർ ആകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാന് ഈ വീഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് നിങ്ങൾ കണ്ടു. നമ്മുടെ കേരള സഭ, ഭാരത സഭ കൂടുതൽ പ്രാർത്ഥനാത്മകം ആകണം. കാരണം എങ്കിൽ മാത്രമേ സഭയ്ക്കൊരു ഭാവിയുള്ളൂ. അടുത്ത ഒരു കാലത്ത് നമ്മുടെ സഭ ഒത്തിരി പുറമെ ശബ്ദത്തിൻ്റെതായി മാറി. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യേശു അഥവാ ദൈവം എവിടെയാണ് വരുന്നത് എന്ന് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാർ അധ്യായം 19 ഹൊറേബിൽ നമുക്കറിയാം, ഏലിയ പ്രവാചകൻ മരണത്തിനു വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. അതെ, കർത്താവേ, മരണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്റെ പ്രാണനെ സ്വീകരിച്ചാലും. അത്രമാത്രം പീഡകൾ അദ്ദേഹം സഹിച്ചു. എന്നെയും വായിക്കാം ഞാൻ 19 അധ്യായം 9 മുതൽ. അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച കർത്താവിന്റെ സ്വരം അവൻ കേട്ടു. ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഓരോ വൈദികനും വൈദികശ്രേഷ്ഠനും ഓരോ അൽമേനികളും ഈ മതപീഡന കാലത്ത് ക്രിസ്ത്യാനികളെ ഭാരതത്തിൽ വേണ്ട എന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്ന അവസരത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് ഇതാണ്, കർത്താവിനെ പ്രതിയുള്ള അത് തീക്ഷ്ണത. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർത്തുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ, എന്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. നീ ചെന്ന് മലയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുക, ദൈവം അരുളി ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുമ്പിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തുകൊണ്ടും കൊടുങ്കാറ്റടിച്ചും. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞു, ഭൂകമ്പമുണ്ടായ, ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായ, അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവനൊരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? അവൻ പ്രതിവലിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇപ്രകാരം ദൈവസ്നേഹത്താൽ, യേശുവിന്റെ സ്നേഹത്താൽ ജ്വലിക്കുന്ന ക്രിസ്ത്യാനികളാണ് ഉണ്ടാകേണ്ടത്. വെടികെട്ടും ചണ്ടയും മേളവും എഴുന്നള്ളത്തും ആചാരവും ആഡംബരവും അവിടെയൊന്നുമല്ല കർത്താവ് സന്നിഹിതനാകുന്നത്. ശാന്തമായി അത് സ്നേഹിച്ച്, പരസ്പരം സ്നേഹിച്ച്, അവര് വ്യക്തിപരമായും കുടുംബത്തിലും പള്ളിയിലും പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതാണ് ഏറ്റവും ആവശ്യം. നാം ഒത്തിരി സാമൂഹ്യ പ്രവർത്തികൾ ചെയ്യുന്നവരായി മാറി അടുത്തൊരു നാടുകളിൽ. അത് നല്ലതാണ്, ചീത്തയാന്ന് ഞാൻ പറയില്ല. എന്നാൽ അതിന് അമിത പ്രാധാന്യം കൊടുത്തു. സ്കൂള്, കോളേജ്, സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ രംഗങ്ങളെല്ലാം വർദ്ധിച്ചു. അത് പലതും നമുക്കറിയാം. നമ്മൾ എന്തിനു വേണ്ടി തുടങ്ങിയോ അതിനെതിരായ ഫലം പുറപ്പെടുവിച്ചു. അത് നല്ല സാക്ഷ്യത്തിന് പകരം തിന്മയായ സാക്ഷ്യങ്ങൾ പലയിടത്തും ഉണ്ടായി. നമുക്കറിയാം, വിജാതീയരും ഇന്ന് ഇപ്രകാരമുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട്. എന്നാൽ
അതെ, നമ്മൾ ഈ ഭക്തിയുടെ ബാഹ്യരൂപങ്ങളല്ല കൂടുതൽ പ്രകടിപ്പിക്കേണ്ടത്, പിന്നെയോ നമ്മുടെ ആന്തരിക ചൈതന്യം ആണ്. അതെ, ദൈവത്തോട് സ്നേഹം, പരസ്പര സ്നേഹം ഇതൊക്കെയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് തമ്മിലുള്ള ഭിന്നതകളും വഴക്കുകളും എല്ലാം നിർത്തുക. നമ്മൾ ബലിയർപ്പിക്കുന്നത് സ്നേഹത്തിലായിരിക്കട്ടെ. ഈ പോലീസ് അകമ്പടിയോടുള്ള കുർബാനകളല്ല വേണ്ടത്. നമുക്ക് ആത്മാവിനാൽ നയിക്കപ്പെട്ട കുർബാനകൾ, കുടുംബത്തിൽ പ്രാർത്ഥന. ഇന്നും നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ രാമരാമ എന്ന് വൈകുന്നേരം പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബത്തിൽ ആ ചൈതന്യമെല്ലാം പോയില്ലേ? ഇന്ന് സീരിയലും കണ്ട് സിനിമയും കണ്ട് ഒരു സ്മോളും അടിച്ച് പ്രാർത്ഥന കുടുംബത്തിലില്ല. അവർ വ്യക്തിപരമായിട്ടും പ്രാർത്ഥിക്കുന്ന ജനങ്ങളെ കണ്ടുമുട്ടുന്നില്ല. സൃഷ്ടി പ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് റോമ 8:19 നമ്മൾ വായിക്കുന്നത്. അതായത് പ്രപഞ്ചം മുഴുവനും ദൈവമക്കളുടെ, ആരാണ് ദൈവമക്കൾ? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നവരുടെ സമൂഹം. അതാണ് ക്രിസ്ത്യാനികൾ, നമുക്കറിയാം. അപ്പം അവരുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സമസ്ത സൃഷ്ടികളും ഇതുവരെയും ഈ ചുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുകയാണ് ഈ വെളിപ്പെടുത്തലിന് വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ്, വീഞ്ഞു കുടിച്ചു ഉന്മത്തരാകരുത്, ദുരാഗ്രഹമുണ്ട്. ഈ അടിപിടിയും മേളവും കള്ളുകൂടി ഇതെല്ലാം നിർത്തി നമ്മൾ സമൂഹത്തിന്റെ നല്ല വെണ്ണയായിത്തീരണം. കടഞ്ഞെടുത്ത വെണ്ണ, അതാണ് ക്രിസ്ത്യാനികളാകേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഫിലിപ്പിയർ 2:15 വായിക്കുന്നത്, നിങ്ങൾ നിഷ്കളങ്കരും നിർദോഷകരുമായി തീർന്ന് വഴിപിഴച്ചരും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവണമേ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഫിലിപ്പിയർ 2:15 പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിന് പ്രകാശമാകുന്നു എന്നല്ലേ കർത്താവ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് വീശണം. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു യേശു പറഞ്ഞുവെങ്കിൽ നീയും ഞാനുമായിരിക്കണം ആ വഴിയും സത്യവും ജീവനും. അതാണ് ഇന്ന് ഭാരതത്തിന് ആവശ്യം, ലോകത്തിന് ആവശ്യം. വെറും 2% മാത്രമുള്ള ക്രിസ്ത്യാനികളായ നമ്മൾ അങ്ങനെ പ്രശോഭിച്ചെങ്കിൽ മാത്രമേ ഇനിയൊരു ഭാവി നമുക്ക് ഉണ്ടാവൂ എന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. ഇല്ലെങ്കിൽ ഈ വിചാരീയരായ എല്ലാവരും നമുക്കെതിരായി നമ്മളെ നാമാവശേഷമാക്കും. അതുകൊണ്ട് ഈ പുറമെയുള്ള ആഘോഷങ്ങൾ, പരിപാടികൾ അല്പം ഒന്ന് ശാന്തമായി നിർത്തി നമുക്ക് യേശുവിനെ പ്രകടിപ്പിക്കുന്ന വ്യക്തികളായി കാണാം, വ്യക്തികളായി മാറാം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 2 കൊറിന്തോസ് 4:10 വചനങ്ങൾ. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ പ്രകടമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കട്ടെ ഈ ഭാരതത്തിലെ മതപീഡന കാലത്ത് സംഭവിക്കുന്നത്. ഈ മതപീഡനം നിർത്തണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് നിർത്താൻ പോകുന്നില്ല. ഈ സംഘപരിവാരോ RSS ഒന്നും BJP ഒന്നും നിർത്താൻ പോകുന്നില്ല. അത് തുടരും നിശ്ചയമായിട്ടും. ആദ്യം മുതലേ സഭ പീഡിപ്പിക്കപ്പെട്ടു. ആ പീഡിപ്പിക്കപ്പെട്ട സഭയില് പീഡിപ്പിക്കപ്പെട്ടവർ പ്രകാശമുള്ളവരായിത്തീരുന്നു. യേശുവിന്റെ പ്രകാശം അവരിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സഭ പിന്നെ വളരാനിടയായത്. ഇന്ന് കേരളത്തിൽ ആരെങ്കിലും സുവിശേഷ പ്രഘോഷണം ആഗ്രഹിക്കുന്നുവോ, ആദ്യമേ ചെയ്യേണ്ട ഇതാണ്. നമ്മൾ നല്ല മാതൃക കൊടുക്കുന്ന മൂല്യങ്ങളുള്ള ക്രിസ്ത്യാനികളായി മാറുക. അപ്പോൾ കണിശമായിട്ടും അതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. നമ്മുടെ വചനപ്രഘോഷണമല്ല, അത്ഭുത പ്രവർത്തനങ്ങളല്ല, വലിയ പള്ളികളല്ല, പള്ളിമേടകളല്ല, അല്ലെങ്കിൽ നമ്മുടെ ഉപവിപ്രവർത്തികൾ പ്രകടിപ്പിക്കുന്ന സ്ഥാപനങ്ങളല്ല കർത്താവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുന്നത്. പിന്നെയോ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അനുധാവനം ചെയ്യുന്ന ആ വിശ്വാസികൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിറഞ്ഞുകൊണ്ട് യേശുവിന്റെ സദ്ഗുണങ്ങളുള്ളവരായിട്ട് തീരുക, യേശുവിനെ പോലെ ആയിത്തീരുക എന്ന് നമ്മൾ പറയും.
അതിനുവേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ദൈവവിളിയും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. റോമാക്കാർക്ക് പൗലോസ് എഴുതിയ ലേഖനത്തിന്റെ 8-ാം അധ്യായം 29 അതെ നാം യഥാർത്ഥ ദൈവവിളി എന്ത് എന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഭാഗം ആണ്. 8:29 റോമാക്കാർക്ക് എഴുതിയ ലേഖനം. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. യേശുവിനോട് അനുരൂപരായി തീരണം നമ്മൾ. അപ്പോഴാണ് അത് യേശുവിനെ മറ്റുള്ളവർ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒത്തിരി ഭക്തി ബാഹ്യരൂപങ്ങൾ കാണിച്ചതുകൊണ്ടോ കോലാഹലം കാണിച്ചതുകൊണ്ടോ ബഹളം വെച്ചതുകൊണ്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് വേണ്ടത് അല്പം കൂടെ ശാന്തത. ആ ഏലിയ പ്രവാചകനെ പോലെ ആ ഗുഹയിലാണ് ഇനി ഒരുപക്ഷെ നമ്മുടെ ഭാവി. നമ്മൾ ഒരുപക്ഷെങ്കിൽ അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറും. അവിടെ കർത്താവിനോടുള്ള സ്നേഹത്താൽ തീഷ്ണതയുള്ളവരായിരിക്കുക. എന്തെല്ലാം സംഭവിക്കട്ടെ, പള്ളികൾ തകർക്കപ്പെടട്ടെ, സ്ഥാപനങ്ങൾ തകർക്കപ്പെടട്ടെ, തീ വയ്ക്കപ്പെടട്ടെ, വൈദികരോ കന്യാസികളോ ജയിലിലടയ്ക്കപ്പെടട്ടെ, കൊല്ലപ്പെടട്ടെ, അവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസ്നേഹത്താലിന്റെ തീഷ്ണതയാൽ കത്തിജ്വലിക്കുന്നവരാവാം. ഇങ്ങനെയുള്ളവരെയാണ് ഇന്ന് കർത്താവ് അന്വേഷിക്കുന്നത്. അതിന്റെ ഒരു ശുദ്ധീകരണ കാലമാണ് ഇന്നുകൂടി ഞാൻ പലപ്പോഴും പല വീഡിയോകളും പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പം ഒത്തിരി ഈ പുറമെയുള്ള ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് രാഷ്ട്രീയം പോലെ രാഷ്ട്രീയക്കാർ കിടപടിച്ചുള്ള പരിപാടികളൊക്കെ നിർത്തിയിട്ട് നമുക്ക് ആത്മീയരായിട്ട് വളരാം. ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ദൈവകൽപ്പന പാലിക്കുന്നവരാണ് എന്ന് അത് മറ്റുള്ളവർ കാണട്ടെ. അപ്പോഴായിരിക്കും നിശ്ചയമായിട്ടും ഇവിടെ സുവിശേഷീകരണം ഉണ്ടാവുക. യേശു അതിനാണ് വന്നത്. 2 കാര്യമാണല്ലോ ഈശോ പറഞ്ഞത്. അനുദപിക്കുക 1, 2 ദൈവരാജ്യം സമീപമായിരിക്കുന്നു എന്ന്. അപ്പോൾ അനുതാപം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ രൂപാന്തരീകരണം സംഭവിച്ച യേശുവിനെ പോലായി മാറുക. ഈ ദുർനടപ്പെല്ലാം ഒന്ന് നിർത്തുക. ഇനി മാത്രമല്ല ഈ പുറമേയുള്ള ആചരണങ്ങളൊക്കെ ഒന്ന് പരിമിതപ്പെടുത്തുക. എന്നിട്ട് അതിനെല്ലാം ആന്തരിക ചൈതന്യമുള്ളതാക്കി മാറ്റുക. ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല, പലർക്കും ഒരു വേദനയ്ക്കും പറഞ്ഞാൽ അത് നമ്മൾ സഭ മൊത്തമായിട്ടും ചില്ലറയായിട്ടും ചിന്തിക്കേണ്ട, അത് പലതും നിർത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഈ വലിയ പ്രദർശനങ്ങള്, റോഡ് നിർത്തി വാഹനങ്ങൾ നിർത്തിയുള്ള പ്രദർശനങ്ങള്, വലിയ വെടികെട്ട്, ചെണ്ട, കൊട്ട്, ഈ ഉള്ള രൂപങ്ങളെല്ലാം എടുത്തുകൊണ്ടുള്ള പ്രദർശനം ഇതൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞു. ഇനി ആത്മീയ ചൈതന്യമുള്ള വചനപ്രഘോഷണം ആവശ്യമാണ്. ആത്മീയ ചൈതന്യമുള്ള പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ വേണം, നമുക്കുണ്ട്. പക്ഷെ അതൊക്കെ ഇന്ന് മേളകളായി മാറിയിരിക്കുന്നു. ചിലതൊക്കെ പണശേഖരത്തിനുള്ള മാർഗമായി മാറ്റി, ഇതൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന കേന്ദ്രങ്ങളായി മാറി. എന്നാൽ പ്രാർത്ഥനാത്മകമായ മാനസാന്തരത്തിലേക്ക്, ദൈവചൈതന്യത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതായി മാറട്ടെ. പണ്ടൊക്കെ കരിസ്മാൽ നവീകരണത്തിന്റെ ആദ്യകാലത്തിനടുത്തും എന്തേറെ ഹൈന്ദവരും മുസ്ലിങ്ങളും വന്ന് കൂടുമായിരുന്നു. ഇന്ന് അത് കുറഞ്ഞു പോയില്ലേ? അതിനൊരു കാരണം കരിസ്മാൽ ധ്യാനങ്ങളുടെ തന്നെ ചൈതന്യം പോയതല്ലേ? ഇതൊക്കെ ചിന്തിക്കണം. അന്ന് ആരും ഒന്നും പറയാതെ ഏറെ പേര് ജ്ഞാനസ്ഥാനം സ്വീകരിച്ചു. അന്ന് ആർക്കും എതിർപ്പുമില്ലായിരുന്നു, ആരും എതിർത്തുമില്ല. ഇതൊക്കെ ചിന്തിക്കേണ്ട കാലം ആണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കൂടുതൽ പ്രാർത്ഥാത്മകമായി മാറാം. യേശുവിനെ സ്ഥിരം ശപിക്കുന്നവരായിട്ട് മാറാം. ഈശോയെ സ്നേഹിക്കുന്നവരായിട്ട് മാറാം. അങ്ങനെ ലോകത്തിന്റെ പ്രകാശമായിട്ട് മാറാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക. ഞാൻ പ്രാർത്ഥിക്കാം. കാരുണ്യ കർത്താവ്, ഈ നിമിഷം ചില ചിന്താശകലം ഞാൻ ഈ മതപീഡന കാലത്ത് എന്റെ മക്കളോട് പങ്കുവെക്കുകയായിരുന്നു. എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന്. കാരുണ്യ കർത്താവ്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സഭയിലേക്ക് അയക്കണമേ. ഓരോ വിശ്വാസികളെയും കർത്താവെ അങ്ങയോട് അനുരൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങിൽ കണ്ട ആ പുണ്യങ്ങൾ ഓരോ ക്രിസ്ത്യാനിയിലും മറ്റുള്ളവർ കാണാനിടയാകട്ടെ. ബാഹ്യമായതിൽ അല്പം നിയന്ത്രണം വരുത്തിക്കൊണ്ട് ആന്തരിക ചൈതന്യത്തിൽ വളരുവാൻ ഇടയാക്കണമേ. ഇവരോരോരുത്തരെയും, ഇവരുടെ കുടുംബങ്ങളെയും കുടുംബജീവിതത്തെയും കേരള സഭയെ പ്രത്യേകം അർപ്പിക്കുന്നു. ഞാൻ കേരളീയരെയും സമർപ്പിക്കുന്നു. കർത്താവെ ശക്തരാക്കൂ, അനുഗ്രഹിക്കൂ,
ഒഴുക്കിനെതിരെ പരിശുദ്ധാത്മാവാന്റെ ശക്തിയിൽ നീന്തുവാൻ കർത്താവേ ശക്തിയും കൃപയും അനുഗ്രഹവും ഇവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ ആഴമായ തീക്ഷ്ണതയിൽ വളർന്ന് എവിടെ മരിക്കേണ്ടി വന്നാൽ ദൈവതീക്ഷ്ണതയോടെ മരിക്കാൻ ആ ഏലിയ പ്രവാചകനുണ്ടായിരുന്ന ആത്മാവ് ഇവർക്കും കൊടുക്കണമേ, എനിക്കും തരണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സമർപ്പിച്ച് ആശീർവദിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.